കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് 4 മണി ചായക്ക് എണ്ണയിലൊന്നും പൊരിക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പഴം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊരു കട്ടിയിലങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് കട്ടിയില്ലാഞ്ഞാൽ പറ്റങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ട, ഒന്ന് തിക്കായിട്ടങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ 4ആയിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പഴം മുഴുവനായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം അരിച്ചിട്ടുള്ള പാനിയാണ് കേട്ടോ ഇത്. അത് നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പഴം പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോവില്ല, എന്നാൽ ഒന്ന് പാകത്തിന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഈ ഒരു ശർക്കര പാനിയിൽ വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശർക്കര പാനിയൊക്കെ ഇതുപോലെ അങ്ങ് വറ്റി വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വറ്റരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് തിളച്ച് ഒന്ന് കുറുകി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ശർക്കര പാനിയൊക്കെ നന്നായിട്ട് അവിലും കൂടെ ഒന്ന് പിടിച്ച് വരും കേട്ടോ. അപ്പോൾ ഡ്രൈ ആയിട്ട് വരും. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഏകദേശം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ശർക്കര പാനിയൊക്കെ കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡിയായി. ഹെൽത്തി ആയിട്ടുള്ളതാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.